ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? കഴിഞ്ഞ ദിവസം എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററിനോടെ മകൻ. സംസാരം മധ്യേ അവൻ പറഞ്ഞു, ആൻറ്റി എനിക്കൊരു ഫിഷ് കറി മീൽസ് കഴിച്ചേ കൊള്ളാമെന്നുണ്ട്, നാളെ ഞാൻ തിരിച്ചു പോകല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ സ്വിഗ്ഗിയിൽ പോയി നോക്കുമ്പോൾ ഫിഷ് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ച് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കാൻ പോയി. ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ എഗ്ഗ് ഇരിപ്പുണ്ട്, പൊട്ടറ്റോ ഇരിപ്പുണ്ട്, ഗ്രീൻ ചില്ലി, ഒരു ഫിഷ് കറിക്കുള്ള എല്ലാതും, ഫിഷ് ഒഴിച്ച് ബാക്കി എല്ലാതും ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ഫിഷ് കറി മീൽസ് ഇവിടെ ഫ്ലോപ്പായി. ഇനി ഫിഷ് ഇല്ലാണ്ടൊന്ന് വെച്ചാലോ? അങ്ങനെ ഞാൻ എഗ്ഗ് വെച്ചിട്ട് ഒരു ഫിഷ് കറി മാതിരി ഫിഷ് വെക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി, പച്ചമുളക്, സവോള, വേപ്പില എല്ലാം അരിഞ്ഞ് കുക്കിംഗ് ഓയിലിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. അതും ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കുറച്ച് ടമറിൻ്റെ പുളി എടുത്ത് അത് പിഴിഞ്ഞൊഴിച്ചു. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടറ്റോ, അതൊരു 2 പൊട്ടറ്റോ ഉണ്ട്, അതെടുത്ത് വെച്ചു. അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞ് അത് അടച്ച് വെച്ച്, കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിടണം. എഗ്ഗ് എടുത്തിട്ട് നന്നായി ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് അത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറു തീയിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തു. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇതെടുത്തിട്ട് നമ്മൾ കറിയിൽ ഇടണം, ഫിഷ് കറി ഗ്രേവിയിൽ ഇടണം. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യണം, ഇത് ചെറിയ ഡയമണ്ട് സ്ക്വയർ മാതിരി കട്ട് ചെയ്തിട്ട്, ഈ കട്ട് ചെയ്തിട്ടുള്ള എഗ്ഗാണ് ഫിഷ് കറിയിലേക്ക് ഇടേണ്ടത്. അത് വെച്ചിട്ട് സ്പൂൺ വെച്ച് ചെറുതായിട്ട് ഒന്ന് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ ഇത് ഓണാക്കിയിടണം. ചെറിയ ഫ്ലെയിമിൽ ഓണാക്കിയിട്ടിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട്, തിളയ്ക്കാൻ പാടില്ല, ചെറിയ ബബിൾസ് വരാൻ മാത്രമേ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് അടച്ച് വെക്കണം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയിടണം. ഈ ചെറിയ തീയിലിരുന്നിട്ട് ഈ എഗ്ഗ് വന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഒരു നല്ല ഒരു ടേസ്റ്റി എഗ്ഗായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒനിയനെടുത്ത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ആ താളിപ്പ് അതിലേക്ക് കറിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി എല്ലാം കൂടി മിക്സാക്കി സർവിങ് ബൗളെടുക്കുക. പക്ഷേ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ വീട്ടിൽ, എങ്ങനെയുണ്ടെന്ന് അറിയാം. ഫിഷ് കറിയുടെ അതേ ടേസ്റ്റാണ്, ബട്ട് ഫിഷ് ഇല്ല, അത്രയേ ഉള്ളൂ. ഫിഷിന് പകരം എഗ്ഗായിരിക്കും. എഗ്ഗ് വന്നിട്ട് ഈ ഗ്രേവി എല്ലാം അബ്സോർബ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള എഗ്ഗായിരിക്കും കിട്ടുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഓൾ. ബൈ.